2025 എന്ന വർഷത്തിലൂടെ ഒരു അവലോകനം. 2025 ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഖുറാനിൽ ഒരു വചനമാണ്. എന്നെ ഏറ്റവും അധികം ആ വചനം സ്വാധീനിച്ച വർഷം അതേതാന്നല്ലേ? എല്ലാ ഞെരുക്കത്തിനും ഒരു എളുപ്പമുണ്ട്. തീർച്ചയായും എല്ലാ ഞെരുക്കത്തിനും ഒരു എളുപ്പമുണ്ട്. എല്ലാ ഞെരുക്കങ്ങളും അതിൻ്റെ എളുപ്പങ്ങളും മനസ്സറിഞ്ഞ് അനുഭവിച്ച വർഷം. വാക്കിൽ പറഞ്ഞാൽ അതാണ് എനിക്ക് 2025. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഞാൻ ഏറ്റവും അധികം വീക്കായ, അതേസമയം സ്പിരിച്വലി ഞാൻ ഏറ്റവും അധികം സ്ട്രോങ് ആയ വർഷം. ബേക്കിംഗ് നിർത്തേണ്ട ഒരു ഘട്ടത്തിലെത്തിയ വർഷം. എന്നാൽ ഏറ്റവും കൂടുതൽ കേക്ക് ഞാൻ സെല്ല് ചെയ്ത വർഷവും ഇതന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഹോസ്പിറ്റൽ കയറി ഇറങ്ങേണ്ടി വന്ന വർഷം. എന്നാൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും മെന്റലി സ്ട്രോങ് ആയ വർഷം. പുതിയ പുതിയ ഫ്ലേവേഴ്സ് എന്റെ മെനുവില് ആഡ് ആക്കിയ വർഷം. ഇൻസ്റ്റഗ്രാമില് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടിയ വർഷം. ഇത്രയും കാലം പേടികൊണ്ട് മാത്രം ശ്രമിക്കാതെ പോയ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്ത വർഷം. വീണുപോയപ്പോ എന്റെ കൂടെയുള്ളവർ എത്രമാത്രം വിലപ്പെട്ടവരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന വർഷം. അങ്ങനെ എല്ലാം കൊണ്ടും റാഹത്തായ വർഷം. കിട്ടിയ അനുഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടുള്ളൂ. ചെയ്യാൻ കഴിയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാണ്ട് നേടിയെടുത്ത മറ്റു കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാതെ പോയതൊക്കെ നല്ലതിനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചിലപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു സമയത്ത് അതെൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചേരുമായിരിക്കാം. എന്തായാലും അൽഹംദുലില്ലാ ഫോർ എവരിത്തിങ്.